ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ ആരി വർക്കോ ഒന്നല്ല ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോയെന്ന്. ഒരു കയ്പ്പ് പോലും ഇല്ലാത്ത നാരങ്ങ അച്ചാർ. ഇതുപോലെ നാരങ്ങ കഴുകി ഉണക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഈ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കിതിനെ നല്ലോണം ഒന്ന് ചൂടാക്കി വരട്ടി അങ്ങോട്ട് എടുക്കണം. കുറച്ച് ഓയിൽ കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിക്കണം. ഞാനിതാ ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത നാരങ്ങക്ക് കണക്കായിട്ടില്ല, ഒരു 3-4 സ്പൂണ് ഓയിൽ മാത്രം ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കുറേ ഒന്നും ഒഴിക്കണ്ട കേട്ടോ, ഒരു ഇത്തിരി മതി. നമുക്കിതൊന്ന് വരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണേ. എന്നിട്ടിതാ നല്ലോണം ഇതിനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കുത്തി പൊട്ടിച്ചേക്കരുത്. നിങ്ങളിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. നല്ല ചൂടായിട്ടുണ്ട്, പാത്രമെല്ലാം നല്ല ചൂട് ആയിട്ടുണ്ട്. ഇനിയും കുറേ ആക്കണം. നാരങ്ങ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ വിചാരിക്കും ഇത് കരിഞ്ഞു പോയില്ലേ, കരി ചുവക്കൂലേ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റായിട്ട് വരും. പാത്രമൊക്കെ കുറച്ച് കരിയുവേ, അങ്ങനെ എന്തായാലും ആകും. പക്ഷേങ്കിൽ നമുക്ക് നല്ല രസമാണ്. തീ കുറേ കത്തിച്ചിട്ട് ആക്കരുത്, നോക്കിയും കണ്ടിട്ട് വേണം ചെയ്യാൻ. അന്നേരം കുറേ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മളിങ്ങനെ മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ സമയം എടുത്തു ഇതൊന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് കളറ് മാറുന്നുണ്ടല്ലേ, ഇനിയും മാറണം. ഇപ്പോൾ നോക്ക് നിങ്ങൾ, ഇതേ രീതിയിലായില്ലേ? ഒരു ഇത്തിരി കൂടെ ആക്കാനുണ്ട്. നമ്മൾ എടുക്കുന്ന നാരങ്ങ നല്ല മഞ്ഞ കളറായിട്ടുള്ള പഴുത്തത് പോലത്തത് എടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അടിപൊളിയായിട്ട് അച്ചാർ വരുള്ളൂ. എന്നിട്ട് നമ്മളിത് ആയിക്കഴിഞ്ഞോ എന്ന് നമ്മൾ നോക്കണ്ടെങ്കിൽ ഈ നാരങ്ങേനെ ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ കാണും. എല്ലാം അതുപോലെ ആവുന്നത് വരെ നമ്മളിങ്ങനെ ആക്കണം. ചില നാരങ്ങ കുറച്ച് പച്ച പോലത്തത് എൻ്റെ അതിനകത്ത് പെട്ടിട്ടുണ്ടായിനെ, അതുകൊണ്ട് ഓരോന്ന് അതാണ് ഞാനിങ്ങനെ കുറച്ചും കൂടെ ആക്കി കൊടുക്കുന്നത്. ഏകദേശം ആയിട്ടുണ്ടേ. ഞാൻ കൈ കൊണ്ടൊന്ന് നോക്കിയിട്ടാണ് ഇനി ഇത് എടുത്ത് പുറത്തേക്ക് വെക്കുന്നത് അടുപ്പിൻ്റെ അകത്തുനിന്ന്. നിങ്ങൾ നോക്ക്, കണ്ടേ, ഇതിങ്ങനെ ഞെക്കി നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ അടുപ്പിൻ്റെ അകത്തുനിന്ന് മാറ്റിയിട്ട് ഈ നാരങ്ങനെ വേറെ പാത്രത്തിലിട്ടിട്ട് ഒന്ന് ഇതിൻ്റെ കരി പോലത്തതെല്ലാം ഒന്ന് തുടച്ച് എടുക്കണം. നാരങ്ങൻ്റെ കരിയെല്ലാം തുടച്ചെടുത്ത് ഇതുപോലെ 4 കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് അവിടെ വെക്കണം. ചെറുനാരങ്ങ ഉപ്പിട്ട് ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് 2 ദിവസം ഉപ്പും വിനാഗിരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്കിയ പാടന്നെ കയ്പില്ലാത്ത രീതിയിൽ അച്ചാർ കിട്ടും. ഇത് നമുക്കൊരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കയ്പെല്ലാം പോകുവേ. ഞാനിപ്പോൾ കുറേ സമയമൊന്നും വെച്ചിട്ടില്ല. ഇപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ അകത്തേക്ക് കടുകിട്ടു. ഇനി നമുക്ക് കറിവേപ്പിലയും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുകയാണ് വേണ്ടത്. വെളുത്തുള്ളി നേരെ പകുതിയായി കട്ട് ചെയ്തു. പച്ചമുളക് ഇങ്ങനെ നീളത്തിലല്ല, ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തു. ഇഞ്ചിയും കുറച്ച് വലുതാക്കി, നന്ന ചെറുതല്ല കേട്ടോ ആക്കിയത്. എന്നിട്ട് കുറച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലോണം ബ്രൗൺ കളറൊന്നും ആക്കിയേക്കരുത് വെളുത്തുള്ളിനെ. ഇതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. മറ്റേ മുളക് പൊടി ഇട്ട് കൊടുക്കരുത്, ഇതന്നെ വേണം അച്ചാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. 1 കിലോൻ്റെ കണക്കിന് നമ്മൾ ഇത്ര പോരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ കിലോ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കണക്കുകൾ ഉണ്ട് കേട്ടോ. നിങ്ങൾ പുറത്തേക്കൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ആ കണക്ക് കൃത്യമായിട്ട് എടുക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഞാൻ എടുത്ത അളവിൽ ലേശം വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടാവും. പച്ചമുളകൊക്കെ കുറച്ച് കുറവേ ഇല്ലൂ. അതെൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ആക്കുന്നതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് ബ്രൗൺ പോലെ ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ഒരു ലേശം ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായം ഇട്ട് കൊടുക്കണം. ഉപ്പെല്ലാം കുറച്ചും കൂടി ഇട്ട് കൊടുക്കണത്രേ നമ്മളെ അതിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുത്തതിന് കണക്കായിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം നമുക്ക് എന്തായാലും ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല ടൈറ്റായിട്ട് പോകും നമ്മൾ അച്ചാർ. ഇനി ഇത് നല്ലോണം തിളച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്ത് നാരങ്ങ ഇട്ട് കൊടുക്കാൻ. ഉപ്പ് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നാരങ്ങേൻ്റെ അകത്ത് ഇട്ടതും ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ വേണമല്ലോ. അപ്പോൾ ഇട്ട് കൊടുത്തു. ഒരു ലേശം മഞ്ഞൾപ്പൊടി, കുറേയൊന്നും വേണ്ട, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇത് നല്ലോണം തിളക്കട്ടെ.
ഇതാ കുറേ നല്ലോണം തിളച്ചു. ഇതിൻ്റെ അകത്തേക്ക് ഇതാ നമ്മളെ നാരങ്ങകളെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം. നമ്മൾ 2-3 രീതിയിലാക്കാറുണ്ട്. നാരങ്ങ പുഴുങ്ങിയിട്ടും ആക്കും, അല്ലെങ്കിൽ ഇതുപോലെ ആക്കും. ഞാനിപ്പോൾ പറഞ്ഞു തന്ന പോലെ ആക്കിയിട്ട് നിങ്ങൾ 2 ദിവസം വിനാഗിരിയും ഉപ്പും ഇട്ട് ഇങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ആക്കിയ പാടന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കയ്പില്ലാത്ത അടിപൊളി നാരങ്ങ കിട്ടും. നമ്മൾ അങ്ങനെയാണ് ആക്കല്. പക്ഷേങ്കിൽ ഇന്ന് അത്ര സമയമില്ലാത്തതുകൊണ്ട് കുറേ സ്റ്റിച്ചിങ് ഒക്കെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതേ രീതിയിൽ ആക്കിയേക്കാം. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കൊരു 3-4 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ കയ്പൊന്ന് അടങ്ങിയിട്ട് നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഒരു 3-4 ദിവസം എന്തായാലും ചെറുനാരങ്ങ അച്ചാറിനൊക്കെ സമയം പിടിക്കും. ആക്കിയ പാട് നമുക്ക് കയ്പായിരിക്കും. അപ്പോൾ ഇതാ നല്ലോണം തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് 1-2 സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. നമ്മളിതാ നല്ലോണം തിളച്ച് ഇത് ഓഫാക്കാനാണ് പോകുന്നത്. അതിന് മുന്നേ 2 സ്പൂൺ പഞ്ചസാര നമ്മളെ ചെറുനാരങ്ങ അച്ചാറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രം കൂട്ടാൻ തുടങ്ങിയാൽ മതി കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ചെറുനാരങ്ങ വരട്ടിയിട്ട് ഉപ്പും വിനാഗിരിയും ചേർത്ത് 2 ദിവസം വെച്ചിട്ട് അച്ചാറാക്കുന്നതാണെങ്കിൽ നമുക്ക് ഒട്ടും കയ്പില്ലാണ്ട് ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ കയ്പൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ 2 ദിവസം വെച്ചിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ പെട്ടെന്ന് ആക്കിയതുകൊണ്ട് ഇപ്പം ഞാൻ ഇത് ടേസ്റ്റ് നോക്കുമ്പോൾ കഴിക്കും. പക്ഷേങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അടിപൊളിയായിട്ട് വരും. എന്തായാലും നമ്മളെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മളെ സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസ് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ശരി, ബൈ.